കേൾക്കാൻ പറ്റുന്നില്ല. മിസ്സേ കേൾക്കണില്ല ഒന്നും. ഇവിടെയും കേൾക്കാൻ പറ്റുന്നില്ല. Good morning. Morning, ma'am. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. അല്ലേ? Morning. Morning, ma'am. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? SOMR കംപ്ലീറ്റ് ആയില്ലേ? SOMR കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് POMR അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ POMRന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. അപ്പൊ അത് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുള്ളതാണ്. SOMRന്റെയും POMRന്റെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പുറത്തെ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇനി POMR അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ SOMR പറഞ്ഞപ്പോ എന്തായിരുന്നു പറഞ്ഞത്? സോഴ്സ് ഓറിയന്റഡ് ആയിരുന്നു അല്ലെ? ആയിരുന്നോ? സോഴ്സ് ഓറിയന്റഡ് ആയിട്ടല്ലേ നമ്മൾ ആ ഒരു ഫോർമാറ്റിംഗ് ചെയ്യുന്നത് ആ ഒരു മെഡിക്കൽ റെക്കോർഡിനുള്ളില് അല്ലെ? ആ വരുന്ന സ്രോതസ്സിനനുസരിച്ചാണ് ആണ് ഓരോ സെക്ഷൻ ആയിട്ട് നമ്മൾ വയ്ക്കുന്നത്. ആ സോഴ്സിനനുസരിച്ചാ വെക്കുന്നത് എന്ന് പറഞ്ഞത്. ഇവിടെ POMR എന്ന് പറയുമ്പോ പ്രോബ്ലം ഓറിയന്റഡ് ആണ് അല്ലെ? ആ ഓരോ രോഗിയുടെ പ്രശ്നങ്ങൾ എന്താണ്, പ്രോബ്ലംസ് എന്താണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് മെഡിക്കൽ റെക്കോർഡിലെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ POMR എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ വീഡ്. ലോറൻസ് എൽ വീഡ് അദ്ദേഹമാണ് ഇത് അവതരിപ്പിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ് POMR ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി? ആരാണ്? ലോറൻസ് എൽ വീഡ് ആണ് കേട്ടോ.
then provides a systematic method of documentation to reflect logical thinking on the part of the physician controlling the care of the patient. ഇവിടെ ഈ പറയുന്ന ആ ഒരു POMR ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. വളരെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ചിട്ടയായ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്. നോക്കിയേ, ടു റിഫ്ലക്ട് ലോജിക്കൽ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഫിസിഷ്യൻ. അവരെ, അതായത് ആ വരുന്ന പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അവരുടെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ ആ ഫിസിഷ്യന്റെ ഭാഗത്ത് നിന്ന് ഒരു യുക്തിപരമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ചിട്ടയായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റേഷൻ രീതിയാണ് POMR അല്ലെങ്കിൽ പ്രോഗ്രാം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആരുടെ ഭാഗത്തു നിന്ന് അത് ആ ഒരു ലോജിക്കൽ തിങ്കിങ് ചെയ്ത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചിന്ത വരുന്നത്, അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻസിന്റെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ to reflect logical thinking on the part of the physician controlling the care of the patient. പേഷ്യൻസിനെ പരിചരിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം വഹിക്കുന്ന വ്യക്തിയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ, അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ. ആ ഒരു ഫിസിഷ്യന്റെ ഭാഗത്ത് നിന്നും ഒരു ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു യുക്തിപരമായിട്ടുള്ള ചിന്താഗതിയിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചിട്ടയായ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റേഷൻ രീതിയാണ് POMR വരുന്നത്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് എൽ വീഡ് ആയിരുന്നു. Then next third point il parayunnathu, the physician explains and follows each clinical problem individually and organize them for solution. Ivide ee oru POMR format il nammal eppozhum varunna patients inde കൃത്യമായിട്ടുള്ള അവരുടെ പ്രോബ്ലംസ് എന്താണ് എന്ന് അവരുടെ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഓരോ ക്ലിനിക്കൽ പ്രോബ്ലംസും ഇൻഡിവിജ്വലി, ഓരോരോ പ്രോബ്ലംസും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നു, കൃത്യമായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനനുസരിച്ച് കൃത്യമായ ഓരോ പ്രോബ്ലംസും അവരുടെ ഇന്നതാണ് എന്ന എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ വിശദീകരണങ്ങൾ മുന്നിലുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഓർഗനൈസ് ദം ഫോർ സൊല്യൂഷൻ, അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഓരോ പ്രോബ്ലത്തെയും കൃത്യമായിട്ട് ചിട്ടയായി അടക്കി വെക്കുന്ന ഒരു രീതിയാണ് POMR എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച SOMR എങ്ങനെയായിരുന്നു, സോഴ്സ് ഓറിയന്റഡ് ആയിരുന്നു. ഇവിടെ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. വരുന്ന പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പ്രോബ്ലംസിനെയും എടുക്കുകയും അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി നൽകുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഓരോന്നും പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലായിക്കോളൂ കേട്ടോ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി ബേസിക് പാർട്സ് ഓഫ് POMR. ഒരു POMRന്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാന ഭാഗങ്ങളാണ് താഴെ പറയുന്ന 4 ജനറലി 4 പാർട്സ് ആണ്, 4 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡേറ്റാബേസ്, സെക്കൻഡ് വൺ ആണ് പ്രോബ്ലം ലിസ്റ്റ്, മൂന്നാമത്തെയാണ് ഇനിഷ്യൽ പ്ലാൻ, ആൻഡ് ഫോർത്ത് വൺ ആണ് പ്രോഗ്രസ് നോട്ട്. ഈ 4 POMRന്റെ ബേസിക് പാർട്സ് ആണ്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡേറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനിഷ്യൽ പ്ലാൻ ആൻഡ് പ്രോഗ്രസ് നോട്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു പ്രോബ്ലം ഓറിയന്റഡ് POMRല് ഫയൽസ് കാര്യങ്ങൾ, റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർമാറ്റ് ചെയ്ത് വെക്കുന്നത്. നോക്കി, ഫസ്റ്റ് വൺ ആണ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്തായിരിക്കും ഡേറ്റാബേസ് എന്ന് പറഞ്ഞത്? മിനിമം സെറ്റ് ഓഫ് ഡേറ്റ ടു ബി ഗോട്ട് ഓൺ എവറി പേഷ്യന്റ്. അപ്പൊ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് നമുക്കൊരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റ, ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റ ആണ് ഡേറ്റാബേസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതായത് ദാറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ്, അവരുടെ പ്രധാനപ്പെട്ട ആ ഒരു റീസൺ, അല്ലെ, എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്, അവരുടെ എന്തിനു വേണ്ടിയാണ് അവർ ആ ഒരു മെഡിക്കൽ അറ്റൻഷൻ അവർക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വേണ്ടത്, അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണ്, പ്രസന്റ് ഇൽനസ്, അവരുടെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ എന്താണ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പ്രൊഫൈൽ, അവരുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അല്ലെ, അവരുടെ കോണ്ടാക്ട് നമ്പർ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്, അസോസിയേറ്റഡ് സോഷ്യൽ ഡേറ്റ, അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഡേറ്റാസും, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ഏത് കൾച്ചറിലുള്ളവരാണ്, അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഡേറ്റാസും ഒക്കെയുള്ള ഒരു മിനിമം സെറ്റ്
സെറ്റ് ഓഫ് ഡേറ്റകളാണ് നമ്മൾ ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തുന്നത്. ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി, അവരുടെ മുൻകാല ഹിസ്റ്ററി എങ്ങനെയാണ്, അവർക്ക് മറ്റ് രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ. ആൻഡ് റിവ്യൂ ഓഫ് സിസ്റ്റംസ്, അവരുടെ ആ ഒരു വരുന്ന നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും അല്ലെ. അവരുടെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, അവരുടെ ബോഡിയിലെ പല സംവിധാനങ്ങളും പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അതിനുവേണ്ടി പല ടെസ്റ്റുകളും കാര്യങ്ങളും ഫിസിക്കൽ എക്സാമിനേഷൻസ് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസ്. ആൻഡ് ബേസ്ഡ് ആൻഡ് ലബോറട്ടറി ഡേറ്റ, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ലബോറട്ടറി ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ശരിക്കും ഡേറ്റാബേസിൽ. അപ്പൊ ഇതൊരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റയാണ്. ഒരിക്കലും ആ പേഷ്യൻസിനെ പൂർണ്ണമായിട്ടുള്ള രോഗവിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. മറിച്ച് ആ ഒരു പേഷ്യന്റ് വരുമ്പോ, ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ എന്തിനു വന്നു അല്ലെ, അവരുടെ നിലവിലുള്ള രോഗാവസ്ഥ എന്താണ്, അതുപോലെ തന്നെ അവരുടെ പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സോഷ്യൽ ഡേറ്റാസും കാര്യങ്ങളും ഉൾപ്പെടുത്തും. അതുപോലെ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ അവരുടെ അവരുടെ ബോഡിയിലെ പല സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം നടത്തുന്നു. അതിനുവേണ്ടി പല ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് ഉൾപ്പെടുത്തുന്നു. അതുപോലെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മൾ ഈ ഒരു ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, പൊതുവായിട്ടുള്ള ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ? ഡേറ്റാബേസ് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതാണ് പ്രോബ്ലം ലിസ്റ്റ്. പ്രോബ്ലം ലിസ്റ്റിൽ നിങ്ങൾക്ക് ആ പേരുകൾ കൊണ്ട് തന്നെ ഹെഡിങ് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടെയ്ൻ ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. ആ റെക്കോർഡിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു പ്രോബ്ലം ലിസ്റ്റ് തയ്യാറാക്കും. ആ ഒരു പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പേഷ്യന്റ്, ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ആ പ്രോബ്ലംസ് എല്ലാം അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു, ആ ഫ്രണ്ടിൽ തന്നെ ഒരു ലിസ്റ്റ് ആയിട്ട് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്ക്ഷോപ്പ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അപ്പോ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള രോഗങ്ങളും, അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ രോഗത്തെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലവും ഇവരിവിടെ ഉൾപ്പെടുത്തും. അതായത് അവരുടെ മെഡിക്കൽ പരമായിട്ടുള്ള പ്രോബ്ലം ആവാം, സോഷ്യൽ പരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ അവരുടെ ഡെമോഗ്രാഫിക് പ്രോബ്ലംസ്. ഇപ്പൊ ഏജ്ഡ് ആയവരാണെങ്കിൽ അവർക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആവാം, മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള എല്ലാ വശങ്ങളെയും ഉൾപ്പെടുത്തി ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണോ അവർക്ക് നിലവില് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ രോഗനിർണയം നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒരു ഫിസിഷ്യൻ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി ഒരു ലിസ്റ്റ് പ്രകാരം രൂപീകരിക്കുന്നതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലിസ്റ്റ് മസ്റ്റ് affirm the problems at the level of the physician apprehensions of a particular problem. ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലെ പ്രിഫറൻസ് കൊടുക്കുന്നത് ആ ഒരു അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ ആ ഒരു താല്പര്യ പ്രകാരമായിരിക്കും. ആ ഫിസിഷ്യന് ഏതൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് ആദ്യം നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ആശങ്ക ഫിസിഷ്യൻ ഉണ്ടാവുക, ഒരു കൺസേൺ ഉണ്ട് അല്ലെ. ആ ഒരു കൺസേണുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ലിസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ ഓർഡറിലും തയ്യാറാക്കുക. ഫിസിഷ്യൻ തന്നെയാണ് അത് തയ്യാറാക്കുന്നത്. ആൻഡ് the problem list may contain a statement of an abnormal findings, physiological detection or a specific diagnosis. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലബോറട്ടറി ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് കണ്ടെത്താണ്, അതായത് അസാധാരണമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ, നമ്മൾ നോർമൽ ആയിട്ടുള്ള റിസൾട്ട് അല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത് വിചാരിക്കാം. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ, അത് ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡയഗ്നോസിസ്, എന്തെങ്കിലും പ്രത്യേക രോഗനിർണയം അവർക്ക് ആവശ്യമാണ് എന്നൊരു ഫിസിഷ്യന് തോന്നുന്നുണ്ട് എങ്കിൽ അതും നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ആൻഡ് the additions and changes are made in the list since new problems are identified and active problems solved. അതുപോലെ ഈ ഒരു ലിസ്റ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അഡീഷൻസ് കൊടുക്കാം. അപ്പൊ പുതിയൊരു പ്രോബ്ലം കണ്ടെത്താണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ആ ഒരു ലിസ്റ്റിന്റെ കൂടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ പുതിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കണ്ടെത്തിയ പ്രോബ്ലംസ് ചിലപ്പോൾ നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെ. ചില പ്രോബ്ലംസ് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്തതാണെങ്കിൽ അത് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, സോൾവ്ഡ് ആയി എന്ന രീതിയിൽ അവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഈ ഒരു ലിസ്റ്റ് എപ്പോഴും അങ്ങനെ തന്നെയല്ല. ആ ലിസ്റ്റിൽ നമുക്ക് പുതിയതായിട്ട് കണ്ടെത്തലുകൾ, പുതിയ പ്രോബ്ലംസ് കണ്ടെത്തിയാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, പ്രോബ്ലം സോൾവ്ഡ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. ലാസ്റ്റ് പറയുന്നത് പ്രോബ്ലംസ് ആർ മാർക്ക് ഡ്രോപ്ഡ് ഓർ റിസോൾവ്ഡ്. അപ്പൊ നമ്മളിങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ള, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി നൽകിയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യും എന്താ, ഡ്രോപ്ഡ് ഓർ റിസോൾവ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പരിഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് അത് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അത് ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടവയാണ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുകയും ചെയ്യും. അപ്പൊ ഒരു പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വൽ വരുന്ന ഒരു പേഷ്യൻസിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഒരു പ്രോബ്ലം ആണോ നമുക്ക് തോന്നാറ്, നമുക്ക് പല സമയത്ത് പല പ്രോബ്ലംസ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യലി എക്കണോമിക്കലി നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവും. സോ മാനസികമായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട് അല്ലെ. അതുപോലെ മെഡിക്കൽ പരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നാറ്. അങ്ങനെയുള്ള ഒരു പഠിപ്പ് നിലനിൽക്കുന്നതും അതുപോലെ മുൻപുണ്ടായിരുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തി വരുന്ന ഒരു പേഷ്യന്റിന് എന്തൊക്കെ പ്രോബ്ലംസ് ഒരു ഫിസിഷ്യൻ അവരെ എക്സാമിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടൽ നടത്തുമ്പോൾ ആ ഫിസിഷ്യന് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അവർക്ക് ഇന്ന പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ആ ഒരു പ്രോബ്ലം ലിസ്റ്റ് തയ്യാറാക്കുക. അത് ആര് തന്നെ തയ്യാറാക്കുന്നേ, ആ ഫിസിഷ്യൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ആ ഓരോ ലിസ്റ്റിലും പറഞ്ഞിരിക്കുന്ന പ്രകാരം കൃത്യമായിട്ട് ആ ഒരു പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോബ്ലം ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇനി ആ ഒരു പ്രോബ്ലം ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ രീതിയിലുള്ള ഒരു ടെസ്റ്റ് ചെയ്തു, ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടായിരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടൊരു രോഗം കണ്ടെത്തുകയോ അല്ലെങ്കിൽ സാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടെത്തലുകൾ അതിൽ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു പുതിയ പ്രോബ്ലമായി കൺസിഡർ ചെയ്ത് നമുക്ക് ഈ ലിസ്റ്റിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഉള്ള പ്രോബ്ലം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്ത് അത് സോൾവ് ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തി നൽകിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. അപ്പൊ നമ്മൾ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ ആ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നു, നമ്മൾ അത് പരിഹരിച്ചപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കാനും പറ്റും. ക്ലിയർ ആണോ പ്രോബ്ലം ലിസ്റ്റ്? മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് ഇനിഷ്യൽ പ്ലാൻ. ഇനിഷ്യൽ പ്ലാനിൽ എന്തായിരിക്കും, പ്രാരംഭ പദ്ധതികൾ അല്ലെ. ആദ്യം എന്താണ് ഇനിഷ്യൽ പ്ലാനിൽ ചെയ്യാം, ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇനിഷ്യൽ പ്ലാനിൽ എന്തൊക്കെയായിരിക്കും, ഇപ്പൊ നമുക്ക് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് മനസ്സിലായി, അവരുടെ പ്രസന്റ് കണ്ടീഷനും അവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ. അവർ ആദ്യത്തെ ഫിസിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളും ചെയ്തു, ലബോറട്ടറി ടെസ്റ്റുകളും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ളത് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പഠിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്തു. ഇനി എന്താണ് ചെയ്യാനുള്ളത് അടുത്തത്, ഇനി എന്താ അടുത്തത് ചെയ്യുന്നേ, ഇനി അടുത്തത് എന്തായിരിക്കും, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം, ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകളോ കെയറുകളോ കാര്യങ്ങളോ കൊടുക്കണം അല്ലെ. അപ്പൊ അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ. അപ്പൊ ആ ഒരു പ്രോബ്ലം ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ അല്ലെ, അവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇനിഷ്യൽ പ്ലാനിൽ പറയുന്നത്. ട്രീറ്റ് ദ കണ്ടീഷൻ അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നു അല്ലെ. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു അല്ലെ. ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യൻസ് അബൌട്ട് ദ കണ്ടീഷൻ, അവരുടെ കണ്ടീഷനെ കുറിച്ച്, അവരുടെ ഈ ഇന്നൊരു പ്രോബ്ലം, അതിൽ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പേഷ്യൻസിന് കൊടുക്കണം അല്ലെ. അതിലൂടെയാണ് നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നത് അല്ലെ. ആൻഡ് ദ കണ്ടീഷൻ doubted or not to be ruled out are noted in the initial plan. ഇനി ചില കണ്ടീഷൻസ് നമുക്കൊരു സംശയമുള്ളതായിട്ടുള്ളതോ ഇപ്പൊ ഡോക്ടറിന് പൂർണ്ണമായിട്ടും അതൊരു ഉറപ്പുണ്ടാവില്ല, ചിലപ്പോൾ അത്
ചിലപ്പോ ആവാം, അല്ലെങ്കിൽ അല്ലാതിരിക്കും, ചെറിയൊരു സംശയം മാത്രം ഉള്ളതായിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ? ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട്, നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റൂൾ ഔട്ട് ചെയ്യാൻ എടുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും ഒന്നിനും സംശയമുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സ്ഥിരീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് തള്ളിക്കളയാനും പറ്റില്ല. ഇല്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനും പറ്റാത്തതായിട്ടുള്ളവയാണെങ്കിൽ അത് നമ്മൾ ഈ ഇനിഷ്യൽ പ്ലാനിൽ തന്നെ നോട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അത് സംശയമാണോ അല്ലെങ്കിൽ അത് നമുക്ക് കളയാൻ പറ്റുമോ, അത് അങ്ങനെ ഒരു പ്രോബ്ലം അവർക്ക് ഇല്ലേ എന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ കൃത്യമായിട്ടത് ചെയ്യുന്നത്. സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് മാനേജ്മെന്റ് റൂൾഡ് ഔട്ട് എന്ന് വെച്ചാല് കൃത്യമായിട്ട് സ്പെസിഫിക് പ്ലാനുകൾ തയ്യാറാക്കി ഈ പറയുന്ന ആ ഒരു പ്രോബ്ലം, അത് ചിലപ്പോ പേഷ്യൻസ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം, ആ ഒരു പ്രോബ്ലം ഒരു സംശയമായിരിക്കാം, ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് പ്ലാൻസ് തയ്യാറാക്കുന്നു, ആ ഒരു പ്രോബ്ലത്തെ അവർ കൺസിഡർ ചെയ്യുന്നു, അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്ലാനുകൾ അനുസരിച്ച് കൃത്യമായ രോഗനിർണയം നടത്തുകയും അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ സംശയമുള്ള കാര്യം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് മനസ്സിലാവും അല്ലെ. ഇപ്പൊ നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ചില മുഴകളോ ട്യൂമേഴ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബയോപ്സിക്ക് അയക്കാറുണ്ട് അല്ലെ, ഇല്ലേ? ബയോപ്സിക്ക് അയക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടി, നമുക്ക് സംശയമാണ് അല്ലെ, മേ ബി ആവാം അല്ലാതിരിക്കാം അല്ലെ, ചിലരുടെ പോസിറ്റീവ് ആവും ചിലരുടെ നെഗറ്റീവ് ആവാറാണ് റിസൾട്ട് അല്ലെ, എല്ലാവർക്കും പോസിറ്റീവ് ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള രോഗനിർണയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആ ഒരു സംശയം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് തെളിയിക്കാനും അതിനനുസരിച്ച് ഒഴിവാക്കേണ്ടതായിട്ടുള്ളവയെ അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടത് ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടവയെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനും ഈ ഒരു ഇനിഷ്യൽ പ്ലാനിലാണ് നമുക്കത് സാധിക്കുന്നത്. മനസ്സിലായോ? ഞാൻ തെറാപ്പി ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സോ പ്രൊസീജിയേഴ്സ് ഗോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള തെറാപ്പികൾ ആ പ്രോബ്ലത്തിനനുസരിച്ച് ആ ഒരു പേഷ്യൻസിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമായ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളും നൽകുന്നത് ഈ ഇനിഷ്യൽ പ്ലാനിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. എന്താണ് ഒരു ഇനിഷ്യൽ പ്ലാനിൽ എന്തൊക്കെയാണ്, ആ ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണ്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കണം, ചികിത്സാ രീതികൾ അല്ലെ, അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് പേഷ്യൻസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മുതലായ കാര്യങ്ങളാണ് ഇനിഷ്യൽ പ്ലാനിൽ ശരിക്കും വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോ ഡൗട്ടഡ് ആയിട്ടുള്ള നമുക്ക് സംശയം തോന്നിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇനിഷ്യൽ പ്ലാനിലാണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നതും അതിന് ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള സ്പെസിഫിക് പ്ലാനുകൾ തയ്യാറാക്കുന്നു, അതിനനുസരിച്ച് രോഗനിർണയ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു സംശയം അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കേണ്ടവയാണോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് ആ രോഗനിർണയ മാർഗങ്ങൾ ഉപയോഗിച്ച് തെളിയിക്കാനും, ഇനി ആ ഒരു സംശയം ശരിയാണ് എന്ന് തോന്നിയാൽ അതിനനുസരിച്ചുള്ള തെറാപ്പികൾ നമ്മൾ കൊടുക്കണം അല്ലെ, അതിനനുസരിച്ച് മരുന്നുകൾ കൊടുക്കണം, പ്രൊസീജിയേഴ്സ് കൊടുക്കണം, അത് മാറ്റാനുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ആ തെറാപ്പീസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനും അവരുടെ കണ്ടീഷനെ അനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലത്തിനെ അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ് നൽകുകയാണ് ഇനിഷ്യൽ പ്ലാനില് പറയുന്നത്. ക്ലിയർ ആണോ? ഇനിഷ്യൽ പ്ലാൻ ഓക്കെ ആണോ? ഓക്കെ. ദെൻ അടുത്തതാണ് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് അപ്പൊ എന്തായിരിക്കും പ്രോഗ്രസ് നോട്ടില് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? അപ്പൊ പ്രോഗ്രസ് നോട്ടിൽ എന്തായിരിക്കും? പുരോഗതിയെ കുറിച്ചുള്ള കുറിപ്പുകളാണ് അല്ലെ. അവരുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ പ്രോബ്ലത്തിനും നമ്മൾ കൊടുത്തിട്ടുള്ള പ്ലാനുകള്, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകള്, പ്രൊസീജിയേഴ്സ് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള ഫോളോ അപ്പുകളാണ് അല്ലെ. ഫോളോ അപ്പ് ആണ് ഓരോ പ്രോബ്ലത്തെ കുറിച്ചും അവരുടെ പുരോഗതി എത്രത്തോളം ഉണ്ട്, ഇനി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ആദ്യം വന്ന സമയം മുതലേ അവരുടെ പ്രോബ്ലത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ, ഓരോ ഘട്ടത്തിലും അവരുടെ പുരോഗതി എന്തൊക്കെയായിരുന്നു, അതാണ് ശരിക്കും ഈ ഒരു പ്രോഗ്രസ് നോട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ഈച്ച് നോട്ട് ഈസ് പ്രിപ്പയർഡ് പ്രൊസീഡഡ് ബൈ ദ നമ്പർ ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ആക്ട് പ്രോബ്ലം. അപ്പൊ ഓരോ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നതും ഓരോ പ്രോബ്ലത്തെ ബേസ് ചെയ്താണ് അല്ലെ. എല്ലാ പ്രോബ്ലത്തെയും ഒരുമിച്ചല്ലാട്ടോ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്. ഒരു പ്രോബ്ലം എടുക്കുന്നു, ആ പ്രോബ്ലത്തിന്റെ നമ്പർ ലിസ്റ്റിലെ നമ്പർ ഇന്നതാണ്, ഇന്ന പ്രോബ്ലം ആണ് എന്ന് ഹെഡിങ് കൊടുത്ത് അതിന് കീഴില് നമ്മൾ അവരുമായി ബന്ധപ്പെട്ട
പ്രോഗ്രസ് നോട്ടുകൾ തയ്യാറാക്കി എഴുതും. മനസ്സിലായോ? ഓരോ പ്രോബ്ലം ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് ആ പ്രോബ്ലത്തിന് ഇന്ന ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തു, ഇന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട് അവരുടെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു, അതിലൂടെ അവർക്ക് ഇത്ര ഇന്ന പുരോഗതികൾ ഉണ്ടായി, അങ്ങനെ ഓരോ പ്രോബ്ലത്തിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ നമ്പറും ടൈറ്റിലും എഴുതി അതിന് കീഴിലായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്. ആൻഡ് കണ്ടെയ്ൻസ് എനി ഓഫ് സോപ്പ് എന്ന് വെച്ചാല് സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പ്രോഗ്രസ് നോട്ട്, ഈ ഒരു POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ആ ഒരു SOAP അല്ലെങ്കിൽ സോപ്പ് എന്നാണ്, അവിടെ കുളിക്കുന്ന സോപ്പൊന്നും അല്ല കേട്ടോ. അപ്പൊ SOAP എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പൊ സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രസ് നോട്ട് POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അതാണ് ഈ ഒരു സോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കിയേ, the process of proceeding a note by all or all of the following elements. അതായത് ഈ താഴെ പറയുന്ന എലമെന്റ്സ് എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ നോട്ട് തയ്യാറാക്കുന്നതിനെയാണ് സോപ്പ് എന്ന് പറയുന്നത്. അതിൽ S എന്ന് പറഞ്ഞാല് സബ്ജക്റ്റീവ്, അതായത് സിംറ്റമാറ്റിക്. അതായത് പിന്നെ പറയാം കേട്ടോ, അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് എന്താണെന്നത് പറഞ്ഞു തരാമേ. സബ്ജക്റ്റീവ്, S എന്താണ്? സബ്ജക്റ്റീവ്. And O എന്താ? ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് മെഷറബിൾ, ഒബ്സർവബിൾ. ആൻഡ് E എന്താണ്? അസസ്മെന്റ്. അല്ലെ? ഇപ്പൊ S എന്താണ്? S എന്തായിരുന്നു സോപ്പില്? എന്താണ് S എന്താണ്? സബ്ജക്റ്റീവ് അല്ലെ? Then B O എന്താണ്? ഒബ്ജക്റ്റീവ് അല്ലെ? ആൻഡ് A എന്താണ്? അസസ്മെന്റ്. അസസ്മെന്റ് എന്ന ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. ആൻഡ് P എന്തായിരിക്കും അപ്പോ? SOAP. P എന്താണ്? പ്ലാൻ. വെരി ഗുഡ്, പ്ലാൻ ആണ് കേട്ടോ. ഈ 4 എണ്ണമാണ് SOAP. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സോപ്പ് കേട്ടോ. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ് ആൻഡ് പ്ലാൻ കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഒരു പേരുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അതെന്താന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ് ആൻഡ് പ്ലാൻ, ഈ 4 എണ്ണവും നോട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ സോപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത് കേട്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ സോപ്പ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നതിന്റെ ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. ഈ ഒരു സോപ്പ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലായിരിക്കും ഈ പറയുന്ന 4 കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആ ഒരു നോട്ട് തയ്യാറാക്കുന്നത്. അതില് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിംറ്റമാറ്റിക് എന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു സബ്ജക്റ്റീവില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടാം? ഒരു പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കാണ് നമ്മള്. ആദ്യം ഒരു പ്രോബ്ലം അല്ലേ? ഓരോ പ്രോബ്ലത്തെയും കുറിച്ചുള്ള പ്രോഗ്രസ് നോട്ടാ തയ്യാറാക്കുന്നത്. അപ്പൊ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവരുടെ പ്രധാന പ്രോബ്ലം എന്താണ് അല്ലെ? ആ ഒരു വിഷയമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലെ? ചീഫ് കംപ്ലൈന്റ് അല്ലെ? അവരുടെ പ്രധാനപ്പെട്ട കംപ്ലൈന്റ്, പ്രസന്റ് ആയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ എന്താണ്? ആ ഒരു പ്രോബ്ലത്തെ വ്യക്തമായിട്ട് എടുക്കുന്നു. ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസന്റ് ഇൽനെസ്സിൽ അവർ വന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അത് കാര്യങ്ങൾ എന്ത് ചെയ്യും കൃത്യമായി. അതെ, അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള സിംറ്റംസ് കാര്യങ്ങൾ എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സബ്ജക്റ്റീവിൽ നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയോ? സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിംറ്റമാറ്റിക് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഇൽനെസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട അവരുടെ ചീഫ് കംപ്ലൈന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണ്, അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രസന്റ് ഇൽനെസ് വന്ന സമയത്തും ഇപ്പോഴുമുള്ള അവരുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട അവരുടെ സിംറ്റംസോ കാര്യങ്ങളോ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സബ്ജക്റ്റീവിൽ ഉൾപ്പെടുത്തുക. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെഷറബിൾ, ഒബ്സർവബിൾ എന്ന് വെച്ചാൽ എന്താ? നിരീക്ഷണങ്ങൾ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷറബിൾ ഫൈൻഡിങ്സ് അല്ലെ? ചില കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട് അല്ലെ? ആ ഒരു പ്രോബ്ലത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ എക്സാമിനേഷൻസ് നടത്തുന്നു അല്ലെ? വൈറ്റൽ സയൻസ് പരിശോധിക്കും, ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും അല്ലെ? അതിന്റെ കണ്ടെത്തലുകൾ, അതുപോലെ ലബോറട്ടറി റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ? ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അതൊക്കെയാണ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ക്ലിയർ ആണോ? ഓക്കെ. ഇനി അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. എന്താണ് ഒരു അസസ്മെന്റ്? അപ്പോ
ആ 2 സ്റ്റെപ്പിൽ നിന്നും വരുന്ന ഫൈൻഡിങ്സ് അല്ലെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യുക, അസസ്മെന്റില് വിലയിരുത്തുകയാണ് അല്ലെ, ആണോ? അതെ, വിലയിരുത്തുകയാണ് അല്ലെ. അതിലൂടെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ആ ഒരു രോഗിക്ക് വേണ്ടി ആ ഒരു പ്രോബ്ലത്തെ ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ളതും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇന്റർപ്രേറ്റ് ചെയ്യുന്നു, വിശകലനം ചെയ്ത് ഒരു കണ്ടെത്തലിലേക്ക് ലീഡിങ് ടു ഡയഗ്നോസിസ് അല്ലെ, ഒരു രോഗനിർണയം നടത്തുകയാണ് അസസ്മെന്റിൽ ചെയ്യുന്നത് അല്ലെ. ശരിക്കും ഒരു രോഗം നിർണ്ണയിക്കുകയാണ് അല്ലെ. ഈ പറയുന്ന ഫൈൻഡിങ്സിലൊന്നല്ലേ നമുക്ക് ഇന്ന രോഗമാണെന്ന് നിർണ്ണയിക്കാൻ പറ്റുന്നത് അല്ലെ. ആ ഒരു രോഗനിർണയമാണ് ശരിക്കും അസസ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണപ്പോ, പ്ലാൻ എന്തായിരിക്കും? നാലാമത്തേത് പ്ലാൻ എന്താ? രോഗം നിർണയിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. ആ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് തീരുമാനിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കണം അല്ലെ. ആവശ്യമായിട്ട് എന്തൊക്കെ മരുന്നുകൾ നമുക്ക് കൊടുക്കാം, എന്തൊക്കെ ഫർദർ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം, എന്തൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ഈ പറയുന്ന ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്താൽ നമുക്കുണ്ടാവാൻ പോകുന്ന ഫലം അല്ലെ, ഒരു ഔട്ട്കം എന്താണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിസൾട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? പ്ലാനിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തി നോക്കിയ ലാസ്റ്റ് പോയിന്റ്, ദ റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട് ഇൻ ദ POMR ഫോർമാറ്റ് ഈസ് ഓഫൻ റെഫർഡ് ടു ആസ് സോപ്പിംഗ്. ഈ ഒരു POMR ഫോർമാറ്റിൽ, അതായത് ഈ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തി ആ ഒരു POMR ഫോർമാറ്റില് നമ്മൾ പ്രോഗ്രസ് നോട്ട് എഴുതുന്നതിനെയാണ് സോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സോപ്പിംഗ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി: സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ. ഈ 4 എണ്ണവും ഉൾപ്പെടുത്തി നമ്മൾ POMR ഫോർമാറ്റില് ഒരു പ്രോഗ്രസ് നോട്ട് എഴുതുന്നതിനെയാണ് സോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയായിരുന്നു? ഡേറ്റാബേസ്, പിന്നെ പ്രോബ്ലം ലിസ്റ്റ്, നെക്സ്റ്റ് ഏതാ പറഞ്ഞേ? ഇനിഷ്യൽ പ്ലാന്, അടുത്തത് 4ാമത്തത് പ്രോഗ്രസ് നോട്ട്. ഈ 4 എണ്ണവും നമ്മൾ ആ ഒരു POMR ഫോർമാറ്റിൽ ചെയ്യുന്നതാണ്. അതില് പ്രോബ്ലം ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇനിഷ്യൽ പ്ലാനുകൾ കൊടുത്തു, ലാസ്റ്റ് വണ്ണാണ് പ്രോഗ്രസ് നോട്ട്. ഈ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത് ഈ 4 സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തിയാണ്. അതാണ് സോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. സോപ്പിംഗ് എന്താണെന്നുള്ളത് ചോദിക്കുന്നത് അങ്ങനെയാണ്. റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട് ഇൻ ദ POMR ഫോർമാറ്റ് ഈസ് ഓഫൻ റെഫർഡ് ടു ആസ് ഡാഷ് എന്ന് ചോദിക്കാം കേട്ടോ. സോപ്പിംഗ് ആണ് അതിന്റെ ആൻസർ. അതുപോലെ തന്നെ സോപ്പിന്റെ എക്സ്പാൻഡഡ് ഫോം സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ് ആൻഡ് പ്ലാൻ കേട്ടോ. അത് 4 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇത്രയും ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. മൂന്നാമത്തെ ഫോർമാറ്റിംഗ് ആണ്. നമ്മൾ 2 പഠിച്ചു അല്ലെ. SOMR പഠിച്ചു, POMR പഠിച്ചു. മൂന്നാമത്തെയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവില്ലേ എന്താണ് ഒരു ഇന്റഗ്രേറ്റഡ്? ഏതൊക്കെ മെത്തേഡുകളുടെ ഒരു സംയോജനമായിരിക്കും ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോ? POMR-ന്റെയും SOMR-ന്റെയും രണ്ടിന്റെയും കൂടി ഒരു സംയോജനമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്റഗ്രേറ്റഡിൽ വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതൊക്കെ ഇന്റഗ്രേറ്റഡ് മെത്തേഡാണ്. എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. All forms are combined in strict chronological order. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ, വളരെ കൃത്യമായ ഒരു ക്രമമായ രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ എല്ലാ ഫോംസും കമ്പൈൻ ചെയ്ത് വെക്കുന്നത്. On the nursing station, the most current entries will be at the beginning of the record. On the discharge, it will be reorganized so that the complete medical record reads from admission to discharge. ഇവിടെ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ എങ്ങനെയായിരിക്കും ഫോംസ് അറേഞ്ച് ചെയ്യുക? ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ആദ്യം SOMR-ൽ പറഞ്ഞതായിരുന്നു കേട്ടോ, ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ അവിടെ ഏറ്റവും ആദ്യം വെക്കുന്നത് ആ ഒരു റെക്കോർഡിന്റെ ആദ്യം വരുന്നത് എന്താ? മോസ്റ്റ് കറന്റ് എൻട്രീസ് ആണ് അല്ലെ. ഏറ്റവും പുതിയതായിട്ട് വരുന്ന എൻട്രികളാണ് ആ ഒരു റെക്കോർഡിന്റെ മുകളിൽ ഉണ്ടായിരിക്കും, ആദ്യ ഭാഗത്ത് ഉണ്ടാവുക. എപ്പോ മാത്രമാണ്? നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെ. ഡിസ്ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളത് ഡിസ്ചാർജ് ആക്കുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു?
റീഓർഡർ ചെയ്യും അല്ലെ, പുനഃക്രമീകരണം നടത്തും അല്ലെങ്കിൽ എന്താണ് റീഅറേഞ്ച് ചെയ്യും അല്ലെ. അത് എന്ത് ചെയ്യുന്നു? ടു ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണത്? ടൈമിനനുസരിച്ച് അല്ലെ ഒരു കൃത്യമായ ഒരു ഓർഡറിലാണ്, അതായത് അവർ അഡ്മിഷൻ എടുത്ത സമയം മുതൽ. അപ്പൊ അതെങ്ങനെയാണ്? ആദ്യം മുതൽ ലാസ്റ്റ് വരെ. അപ്പൊ ഇവിടെ പുതിയ പുതിയ എൻട്രീസ് എവിടെയായിരിക്കും വരിക? അപ്പോ ഫസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ആയിരിക്കും പുതിയ എൻട്രീസ്? അപ്പൊ എവിടെയാ വരിക? ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ റീഓർഗനൈസ് ചെയ്യുമ്പോ ലാസ്റ്റിലാണ് വരിക അല്ലെ. അപ്പൊ അഡ്മിഷൻ എടുത്തത് മുതൽ ഒരു ഡിസ്ചാർജ് ആയത് വരെയുള്ള കൃത്യമായിട്ടുള്ള ഫോംസ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡുകളിൽ ചെയ്യുന്നത്. അതാണ് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രമമായ രീതിയിൽ തന്നെയായിരിക്കും ഇതിലെ എല്ലാ ഫോംസും അറേഞ്ച് ചെയ്യുക. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, കാരണം എന്തുകൊണ്ടാ അവിടെ വരുന്ന ഫിസിഷ്യൻസിന് പെട്ടെന്ന് രോഗങ്ങൾ നിർണ്ണയിക്കാനും അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നോക്കാനും പിടിക്കാനും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അത് ആദ്യം ബിഗിനിങ്ങില് പുതിയ പുതിയ എൻട്രീസ് വെക്കുന്നത്. എന്നാൽ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് റീഓർഗനൈസ് ചെയ്ത് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്ന രീതിയിലേക്ക് ആ ഫോംസ് മാറ്റുകയാണ് ചെയ്യുന്നത്. Clear അല്ലേ? So a patient record may have history and physical examination followed by progress note, then a nurse's note, X-ray report, additional progress note, consultation report and so on. അപ്പൊ ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കും അതിന്റെ ഫോമാറ്റ്? ആദ്യം അവരുടെ ഹിസ്റ്ററി കാര്യങ്ങള്, അതിനുശേഷം അവർക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതിനുശേഷം അവരുടെ പ്രോഗ്രസ് നോട്ടുകള്, അതിനുശേഷം അവരുടെ നഴ്സസ് നോട്ട്, എക്സ്റേ റിപ്പോർട്ടുകൾ, അങ്ങനെ ഓരോരോ സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് ഒരു ക്രമത്തിലായിരിക്കും ആ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ക്ലിയർ ആണോ? എന്താണ് അതിന്റെ ഫോമാറ്റിംഗ് കാര്യങ്ങൾ മനസ്സിലായോ? എന്നാൽ മാത്രമേ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? ഒന്നുകൂടി പറയാലോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡില് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, വളരെ കൃത്യമായിട്ട്, കർശനമായ രീതിയിൽ, വളരെ ഒരു ക്രമമായ രീതിയിലായിരിക്കും റെക്കോർഡ് ഫോംസ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഇവിടെ ശരിക്കും അറേഞ്ച് ചെയ്യുന്നത് നഴ്സസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്, അതായത് അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാനും വരുന്ന കൺസൾട്ടന്റിന് പെട്ടെന്ന് ഇത് കാര്യങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കാനും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പുതിയ എൻട്രീസ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകളോ ട്രീറ്റ്മെന്റ് പ്ലാനുകളോ കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചാലേ പറ്റുള്ളൂ അല്ലെ. ആ ഒരു റെക്കോർഡിന്റെ ഫ്രണ്ടിൽ ഇരുന്നാലേ പറ്റുള്ളൂ പെട്ടെന്ന് നോക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ നഴ്സസ് സ്റ്റേഷനിൽ അത് അങ്ങനെ ആയിരിക്കും ഇരിക്കുക. പക്ഷെ ഇവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോയതിനു ശേഷം നമ്മൾ ഈ ഒരു റെക്കോർഡ് പുനഃക്രമീകരിക്കും. എങ്ങനെ പുനഃക്രമീകരിക്കും? അഡ്മിഷൻ മുതൽ ആ വരുന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്നുള്ളൊരു രീതിയിലായിരിക്കും എല്ലാ ഫോംസും അറേഞ്ച് ചെയ്യുക. ഒരു ക്രമമായ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് വരുന്നത് മുതൽ അവരുടെ അഡ്മിഷൻ മുതൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് കൊടുക്കുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതുപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള അത് കഴിഞ്ഞ് വരുന്ന അവരുടെ ഫോളോ അപ്പ് കാര്യങ്ങള്, പ്രോഗ്രസ് നോട്ടുകള്, അതുമായി ബന്ധപ്പെട്ട അവർക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ നഴ്സസ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്, ഇതെല്ലാം എന്താണ്? ഒരു അഡീഷണൽ പ്രോഗ്രസ് നോട്ടുകൾ, പിന്നീട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അഡീഷണൽ പ്രോഗ്രസ് നോട്ടുകളുണ്ട്. അതുപോലെ മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വെച്ചുള്ള കൺസൾട്ടേഷൻ റിപ്പോർട്ടുകൾ, അങ്ങനെ എല്ലാം അതൊരു അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും, ഒരു ഓർഡറിലായിരിക്കും, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും വെക്കുന്നത്. ആദ്യം ചെയ്യുന്നവ ആദ്യം ആ ഒരു കൃത്യമായ ഓർഡറില്. ഇപ്പൊ നമ്മളൊരു ഒരു ട്രീറ്റ്മെന്റ് എടുത്തു, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് നോട്ടുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളൊരു എക്സ്റേ റിപ്പോർട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതായിരിക്കും വെക്കുക. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു സമയക്രമത്തില് കൃത്യമായ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ ഫോളോ ചെയ്ത് ചെയ്യുന്നത് അത് അങ്ങനെ ഒരു ഓർഡറിലായിരിക്കും ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. അതാണ് ഒരു അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ നമ്മൾ ക്രമമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ തന്നെയായിരിക്കും അവിടെ അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആണോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഓക്കെ ആണോ? ഇതാണ് ഒരു റിപ്ലൈ കുറവാണല്ലോ.
ഓക്കെ, ഇനി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം കേട്ടോ. എന്തായിരിക്കും അഡ്വാൻറ്റേജ്? എന്തായിരിക്കും അഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇപ്പൊ ഒന്ന് പറഞ്ഞേ. മറ്റൊരെണ്ണത്തിന്റെയും അഡ്വാൻറ്റേജ് നമ്മൾ SOMRന്റെ അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞില്ലേ? എന്താണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്? ഇങ്ങനെയൊരു മെഡിക്കൽ റെക്കോർഡ് കിട്ടിയാല് നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ പൂർണ്ണമായിട്ടുള്ള രോഗാവസ്ഥയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ആ ഒരു കൺസൾട്ടന്റിന് കിട്ടില്ലേ? എല്ലാം കൃത്യമായ ഓർഡറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെ? അതെ, എല്ലാ ഡീറ്റെയിൽസും പെട്ടെന്ന് നമുക്ക് കിട്ടും, പെട്ടെന്ന് നമുക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം അല്ലെ? അവിടെ ഇവിടെയും പോയി തിരയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കാരണം കൃത്യമായ ഒരു ഓർഡറിൽ തന്നെ എല്ലാം ഇരിപ്പുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തില് നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ ആ ഒരു പ്രോബ്ലം എന്താണ്, അവരുടെ പ്രസന്റ് ഇൽനെസ് അല്ലെങ്കിൽ രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു അല്ലെ, അതിനനുസരിച്ച് അവരുടെ പുരോഗതി എത്രത്തോളം ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാനും ഇനി അവർക്ക് എന്ത് കൊടുക്കണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കാനും പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓൾ ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ ഇസ് ടുഗദർ. ഒരു പ്രാവശ്യം ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒരു പേഷ്യന്റ് വന്നാൽ അവരുടെ എല്ലാ തരത്തിലുമുള്ള ഇൻഫർമേഷൻസ് ഒരുമിച്ചായിരിക്കുന്നത് അല്ലെ? thus giving an exact picture of the patient's illness. ആ രോഗിയുടെ രോഗാവസ്ഥയെ കുറിച്ച് ഒരു കൃത്യമായ ചിത്രം ആ ഒരു കൺസൾട്ടന്റിന് കിട്ടുന്നുണ്ട്. ആൻഡ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, അവർ ട്രീറ്റ്മെന്റിനോട് അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു. ആൻഡ് പേഷ്യൻസ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്ലി. ആ ഒരു രോഗിയുടെ പുരോഗതി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാനായിട്ട് ഈ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് വഴി സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജ് മനസ്സിലായോ? അഡ്വാൻറ്റേജ് എന്താന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇപ്പൊ ഒരു ഡിസഡ്വാൻറ്റേജ് ഇപ്പൊ ഒരു SOMRൽ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു. SOMRൽ അഡ്വാൻറ്റേജ് പറഞ്ഞ എന്താ? ഓരോ സെക്ഷനിലും ഒരുമിച്ചിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ആ ഒരു സെക്ഷനിൽ മാത്രം കാര്യമാണെങ്കിൽ അത് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിലയിരുത്താൻ പറ്റില്ലേ? ഇവാലുവേഷൻ നടത്താൻ പറ്റും അല്ലെ? ഇവിടെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ ഒരു ലബോറട്ടറി ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു എക്സ്റേയോ ചിലപ്പോ എടുത്തു കാണാം അല്ലെ? ചിലപ്പോ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ചിലപ്പോ എക്സ്റേ എടുത്തൊന്നും വരില്ല അല്ലെ? ചിലപ്പോ ഒരു 2-3 ദിവസം കഴിഞ്ഞായിരിക്കും നമ്മുടെ അടുത്തൊരു എക്സ്റേ എടുത്ത് നോക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്റേ റിസൾട്ടുകൾ ഒരുമിച്ചായിരിക്കോ ഈ ഒരു ഫോർമാറ്റിലാവുമ്പോ ഇരിക്കുക? ഒരുമിച്ചാണോ നമ്മൾ വെക്കുന്നത്? അല്ല, അത് ചെയ്യുന്ന അതിന്റെ ഇടയ്ക്ക് നമ്മൾ പല പ്രൊസീജിയേഴ്സും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അത് കഴിഞ്ഞായിരിക്കും അപ്പൊ അടുത്ത എക്സ്റേ റിസൾട്ട് ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ. ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് വരുന്ന സമയത്ത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് ചിലപ്പോ 2 ദിവസം കഴിഞ്ഞായിരിക്കാം ചിലപ്പോ അടുത്തൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഒരുമിച്ചല്ല നമ്മൾ ആ ഒരു റിസൾട്ടുകൾ ഒരുമിച്ചാണോ വെക്കുന്നത്? ഇപ്പൊ ഒരു ലബോറട്ടറിയിൽ നിന്ന് കിട്ടിയ റിസൾട്ടുകൾ ഒരുമിച്ചല്ല വെക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളത് ഒരുമിച്ചല്ല വെക്കുന്നത്, മറിച്ച് അതിനിടയിൽ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞായിരിക്കും അടുത്ത റിസൾട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? ഇപ്പൊ ഒരു ബ്ലഡ് ഷുഗറിന്റെ ലെവൽ എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ റിസൾട്ട് എടുത്ത് കുറച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ അടുത്ത റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ? അത് കഴിഞ്ഞ് കുറച്ച് ചിലപ്പോൾ അടുത്ത ദിവസം ആണെങ്കിലും അതിനിടയിൽ കുറെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ട് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് കണ്ടെത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു മെത്തേഡിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സിമിലർ ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് അല്ലെ? ഒരുപോലെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കമ്പാരിസൺ നടത്താൻ താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗദർ ഇൻ ദ റെക്കോർഡ്. റെക്കോർഡില് ഒരേ ടൈപ്പുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ചല്ല നമ്മൾ വെക്കുന്നത്, അത് കൃത്യമായ സമയക്രമത്തിനനുസരിച്ച് തന്നെ വെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലാണ്. ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ഡേ. ഒരു പ്രാവശ്യം നമ്മൾ ഒറ്റ ഇൻഡിവിജ്വൽ ഒരെണ്ണം നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴായിരിക്കും. അപ്പൊ ഇത് മുമ്പേ ഒരുപാട് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം അതിനു മുൻപ് ആ ഫോംസ് കൃത്യമായിട്ട് അതിന് മുൻപ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു ബ്ലഡ് ഷുഗർ ലെവലിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് കമ്പയർ ചെയ്യണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ റിപ്പോർട്ടുകൾ കണ്ടെത്താനും അത് കമ്പയർ ചെയ്യാനും. ഒരുമിച്ചിരിക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയ കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ മിസ് അത് എടുക്കുമ്പോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ തുടങ്ങുന്നത് 4th മോഡ്യൂളിലേക്ക് കടക്കുകയാണ്. ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ് കേട്ടോ. മിസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് 4th മോഡ്യൂളിലെ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ്. പേര് കേട്ടിട്ടുണ്ടോ? ലോണ്ട്രി ആൻഡ് ലിനൻ. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് കേട്ടിട്ടില്ലേ? ലോണ്ട്രി ലോണ്ട്രി എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടില്ലേ? ആ, അലക്കുശാല എന്നാണ് ശരിക്കും മലയാളത്തിൽ പറയുക അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് അല്ലെ. ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിനൻ ലിനൻ ഇവിടെ ലിനൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? യെസ്, ഇവിടെ ലിനൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലോത്ത് ആണ്, തുണിത്തരങ്ങളെയാണ് നമ്മൾ ലിനൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ലിനൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ തുണികളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ലിനൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ അല്ലെങ്കിൽ തുണികളെയാണ് ലിനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോണ്ട്രി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ വളരെ വൃത്തിയുള്ളതായിട്ട് നിലനിർത്താനും അവിടുത്തെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞൊരു വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസുകളെ കുറിച്ചും എന്താണ് ലിനൻ, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഇൻ ദ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽസ്, 4th ചാപ്റ്റർ ആണ് കേട്ടോ. ഏതാണ് 4th ചാപ്റ്റർ? എന്താ പറഞ്ഞത്? ശ്രീലക്ഷ്മി, 4th മോഡ്യൂൾ ആണ് കേട്ടോ. 4th മോഡ്യൂൾ ആണ്. 4th മോഡ്യൂൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ സർ? 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ നോക്കിയേ, ഇൻട്രൊഡക്ഷനില് ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ ആദ്യം പറയുന്നത്. In the present day hospital, the laundry and linen services are one of the most important supportive services. അല്ലെ, നമ്മുടെ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽ, നിലവിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. കാരണം the laundry department at hospitals are responsible for maintaining neatness of linen. അല്ലെ, അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള ജീവനക്കാര് അവരുടെ ഒരുപാട് ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട അവർക്ക് ഒരുപാട് തുണിത്തരങ്ങൾ, യൂണിഫോംസ് അല്ലെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റു തുണിത്തരങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ക്ലോത്ത്സ് എന്ന് പറയുന്നത്? ഏതൊക്കെ ഉൾപ്പെടാം? ഏതൊക്കെ ഉൾപ്പെടാം? ബെഡ്ഷീറ്റുകള്, പിന്നെ ഏതൊക്കെ വരാം? ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. പിന്നെ അവിടുത്തെ ഇപ്പൊ സ്റ്റാഫുകൾ ഉപയോഗിച്ചാണെങ്കിൽ അവരുടെ യൂണിഫോംസ് ഉണ്ട്, ലാബ് കോട്ടുകളുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, കർട്ടൻസ് അല്ലെ, അങ്ങനെ ഒരുപാട് ക്ലോത്തുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിലനിർത്താനും ആ ഹോസ്പിറ്റലിൽ തന്നെ വളരെ വൃത്തിയുള്ളതായിട്ട് നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലിനൻസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളായിക്കോട്ടെ, സ്റ്റാഫിന്റെ യൂണിഫോം ആയിക്കോട്ടെ, ലാബ് കോട്ടുകൾ ആയിക്കോട്ടെ, മുതലായവയ്ക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിലനിർത്തുക. അതോടൊപ്പം തന്നെ ടൈലറിംഗ് സർവീസസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് ദ സ്റ്റാഫ്. ഇപ്പൊ പേഷ്യൻസിനോ സ്റ്റാഫുകൾക്കോ എന്തെങ്കിലും തുണികളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്റ്റാഫുകളുടെ യൂണിഫോമോ കാര്യങ്ങൾ, അത് എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലിലും ടൈലറിംഗ് സർവീസുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് മിക്ക ഹോസ്പിറ്റലിലും ഉള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഉള്ള തുണികൾ, ഇപ്പൊ ചില സ്റ്റാഫുകളുടെ യൂണിഫോമുകൾ ടൈലർ ചെയ്യാനായിട്ട് തയ്ക്കാൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള കർട്ടൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ പിന്നലോ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും
പ്രശ്നം. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും അങ്ങനെയൊക്കെ വന്ന് നമ്മളത് കളയില്ലല്ലോ. ചെറിയ രീതിയിലുള്ളതൊക്കെ പിന്നലോ കാര്യങ്ങളോ ഒക്കെ വന്ന് ഇന്ന് എന്ത് ചെയ്യും, നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ, റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ടൈലറിംഗ് സർവീസും കാര്യങ്ങളൊക്കെ മിക്ക ഹോസ്പിറ്റലുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും ഒക്കെ ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. And the hospital laundry with linen which got stained from various body fluids. അതായത് ഹോസ്പിറ്റൽ ലോണ്ടറി വിത്ത് ലിനൻ, അതായത് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറകൾ പറ്റിയിട്ടുള്ള തുണിത്തരം, ഇപ്പൊ യൂറിനോ ഫീസസ്, യൂറിൻ ബ്ലഡ് ഫീസസ് മുതലായിട്ടുള്ള മലമൂത്രം അല്ലെ, ബ്ലഡ് രക്തം മുതലായവയുമായി ബന്ധപ്പെട്ട് കറകൾ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ that linen needs to be cleansed and serviced before they are being put into the washing machine as they are carefully and delicately handled. അപ്പൊ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങള് ഒരിക്കലും വാഷിംഗ് മെഷീനിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ഇടാൻ പാടില്ല. മറിച്ച് അത് പ്രത്യേകമായിട്ട് നമ്മൾ അതിൻ്റെതായ ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് അല്ലെങ്കിൽ സർവീസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് വാഷിംഗ് മെഷീനിലേക്ക് ഡംപ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് ആസ് ദേ ആർ കെയർഫുള്ളി ആൻഡ് ഡെലിക്കേറ്റ്ലി ഹാൻഡിൽഡ്, അത് വളരെ ശ്രദ്ധാപൂർവ്വം അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ഡെലിക്കേറ്റ് ആയിട്ടും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റ് ഉള്ള തുണിത്തരങ്ങളിലൂടെ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ഇടാത്തത്? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് ഡയറക്റ്റ്ലി നമ്മൾ അവിടേക്ക് ഇടാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് നേരിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടാത്ത കാരണം എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആകുമ്പോൾ അതിൽ ഒത്തിരി മൈക്രോബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ ഇടുന്ന മറ്റു തുണികളെയും കൂടി സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആദ്യമേ തന്നെ അതിന് മുൻപ് തന്നെ ആവശ്യമായിട്ടുള്ള കഴുകലും സർവീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ അതിൽ. അപ്പൊ ഓരോ സ്റ്റേജിലും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ മിസ് പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫുൾ തുടങ്ങി ഒന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഈ ഒരു നോട്ട് കയ്യിലുണ്ടാവണേ. താങ്ക് യു.